കുറച്ച് നാളായല്ലോ ഇന്റർവ്യൂസിനൊന്നും കാണാനില്ല. ഏഹ് കുറച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നൊരു ഗ്യാപ്പ് എടുത്തിരിക്കുവായിരുന്നു. എന്നിട്ട് ഒരു തിരിച്ച് ഗ്യാപ്പ് എന്ന് പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് നമ്മുടേതായ ബാക്കി വർക്കുകളൊക്കെ വരുമ്പോ നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ സജീവമായിരുന്നു. വെറുതെ ഞാനും വൈഫും തമ്മിലുള്ള റീൽസും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ യൂട്യൂബിന് വേണ്ടി ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇച്ചിരി സമയം വേണമല്ലോ. നമുക്ക് ഓരോന്ന് പ്ലാൻ ചെയ്യണമല്ലോ. പ്ലാൻ ചെയ്ത് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഇട്ടിട്ട് അതിനൊരു ഞാൻ ഉദ്ദേശിച്ച ഒരു വ്യൂ ഇല്ലെങ്കിൽ എനിക്ക് സങ്കടവും. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല എന്തെങ്കിലും സാധനം വന്നാൽ ഇടാം. അതുകൊണ്ട് അതിനകത്ത് നിന്ന് ബ്രേക്ക് എടുത്തു. പിന്നെ ബാക്കി ബിസിനസ്സുകളൊക്കെ സൈഡായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ കുറച്ച് തിരക്കുകളുണ്ട്. പിന്നെ പടങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെ കുറച്ച് തിരക്കുകൾ അത്രേ ഉള്ളൂ. മനഃപൂർവ്വം മാറിയതൊന്നുമല്ല. ഇപ്പൊ ഒരു ഷവർമ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ? അത് ഞാൻ പണ്ട് മഴവില്ല് വർക്ക് ചെയ്യുമ്പോൾ ഈ കുക്കറി ഷോസിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. അന്ന് മുതലേ പ്ലാൻ ആയിരുന്നു നാട്ടിലെന്തെങ്കിലും ഭക്ഷണത്തിന്റെ ചെയ്യണമെന്ന്. അതിനുശേഷമാണ് കൊറോണ സമയത്തൊക്കെ ഷവർമ ഭയങ്കര ഫേമസ് ആയി വന്നത്. അങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ അങ്ങനെ നാട്ടില് ഒരു ചെറിയ ഷവർമ നന്നായി പോണു, കുഴപ്പമില്ല. പിന്നെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ? മറ്റു വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ ചെയ്തത് ഒരു വെബ് സീരീസ് ആണ്. അത് വൈശാഖ് നന്ദു എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഞാന്, നാസിഫ്, വിദ്യ വിജയകുമാർ, അങ്ങനെ ഒരു ഫൺ സാധനമാണ്. അത് ജസ്റ്റ് ഡബിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് റീസെന്റ് ചെയ്ത ഒരു പരിപാടി. എനിക്ക് ചേട്ടന്റെ ഒരു പണ്ട് തൊട്ടേ ഉള്ള പ്ലാൻ, ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആക്ടിങ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം എന്റെ വീട് അങ്കമാലി കറുവറ്റില്ല. അപ്പൊ കൊരട്ടിപ്പള്ളി ഉണ്ടല്ലോ, കൊരട്ടിപ്പള്ളി പെരുന്നാൾ നടക്കുക. അപ്പൊ നമ്മൾ ഈ കൊരട്ടിപ്പള്ളി പോകുമ്പോൾ ഒരു നേർച്ചയുണ്ട്, മുട്ടൂത്തി കയറുന്ന ഒരു പരിപാടി. ഞാൻ ഈ പ്രാവശ്യം വന്നപ്പം മമ്മി എന്നോട് ബാ മുട്ടൂത്തി കയറ്. ഞാൻ പറഞ്ഞു പ്രായമായി. മമ്മി മുട്ടൂത്തി കയറില്ലെങ്കിൽ മാതാവ് ഒന്നും നടത്തി തരില്ല കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി കാര്യം സാധിച്ചു തന്നിട്ട് ഞാൻ മുട്ടുകുത്തുള്ളൂ എന്നുള്ള വാശിയൊക്കെ കാണിച്ചു. പിന്നെ നമുക്ക് മനസ്സിൽ ഈ ദൈവത്തിന്റെ കാര്യം വരെ ഒരു പേടി വരുമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ ദൈവത്തിന് ഇഷ്ടപ്പെടും എന്നതാണ്. അപ്പൊ ഓർമ്മ വെച്ച കാലം മുതലുള്ളൊരു സ്വപ്നമല്ല, ഒരു ആഗ്രഹമാണ്. അതിനു വേണ്ടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും, സംഭവിക്കുന്നത് വരെ നടക്കും. അതൊരു വാശിയാണ്. ഇപ്പൊ ആക്ടിങ്ങിന്റെ കാര്യം പറയുമ്പോഴാണ് ധ്യാൻ ചേട്ടനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. എങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ബിൽഡ് ആയത്? അത് ഞാൻ ആക്ച്വലി ഒരു പടത്തിന്റെ ഷൂട്ട് കാണാൻ പോയതാ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ. അപ്പൊ എൻ്റെ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവൻ്റെ കൂടെ സിനിമ ഷൂട്ടിങ് കാണാൻ എന്ന രീതിയിൽ പോയി. അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അകത്തായിരുന്നു ഷൂട്ട്. ഞാൻ അവിടെ പോയി. അപ്പോൾ ഫ്ലാറ്റിൻ്റെ അകത്ത് ഷൂട്ട് പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ ഒരു മാർഗവുമില്ല. എനിക്ക് തോന്നുന്നു 4-5 ദിവസം ഫ്ലാറ്റിൻ്റെ അകത്ത് ഫുള്ള്. അപ്പം ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക റൂമിൽ. ഇവർ ഹാളിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ധ്യാൻ ചേട്ടൻ ബ്രേക്ക് വന്നപ്പോൾ ആ റൂമിലേക്ക് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ച് കമ്പനിയായി. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ ഒരു രീതി അറിയാലോ, എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കും. ഭയങ്കര ഒരു ജാടയില്ലാണ്ട് സംസാരിക്കുമല്ലോ. നമ്മളും അങ്ങനെ സംസാരിച്ച് ആ ഫസ്റ്റ് ഡേ സെറ്റായി, സംസാരത്തിൽ സെറ്റായി. അപ്പം എന്നോട് ഞാൻ ചോദിച്ചു നാളെ കാണാം. അപ്പം ഞാൻ പറഞ്ഞു നാളെ ഞാൻ വരണോ എന്ന് ചോദിച്ചു. അപ്പം നിനക്കത്തെ പരിപാടി നാളെ ഒന്നുമില്ല, അന്ന് നീ നാളെ വാ, ഒരു സാധനം ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സിനിമാ മോഹമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ധ്യാൻ ചേട്ടൻ സ്ക്രിപ്റ്റ് അന്നാന്ന് എഴുതുള്ളൂ വന്നിട്ട്. പുള്ളി വ്യത്യാസം വന്നിട്ടൊന്ന് നിനക്കൊരു ക്യാരക്ടർ സെറ്റ് ആക്കിയിട്ടുണ്ട്, നീ ചെയ്. അങ്ങനെ ആ പടത്തിൽ 5-6 ദിവസം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. അതിപ്പോൾ ഞാൻ ആരായിട്ട് കണക്ട് ആയാലും ഞാൻ എന്താ പറയുക, ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ വെറുതെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അത് ധ്യാനനും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ആയതാ. പിന്നെ ധ്യാനൻ്റെ ഒരു 3 പടങ്ങൾ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അങ്ങനെ ഒരു വൈബ് സെറ്റായി. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ലിജോ ചേട്ടനെ എല്ലാവരും അറിയുന്നതും പരിചയപ്പെടുന്നതും എല്ലാം ജീവ ചേട്ടൻ്റെയും അപർണ ചേച്ചിയുടെയും വീഡിയോസിലൂടെയാണ്. അപ്പം ചേട്ടനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന എന്തോ ഒരു സംഭവം ചേട്ടനിലുണ്ടായിരുന്നു. അത് ചേട്ടൻ നാച്ചുറലായിട്ട് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ക്യാമറ ഓൺ ആകുമ്പോഴത്തേക്ക് ചേട്ടൻ കുറച്ച് എക്സ്ട്രോവേർട്ട് ആവുന്നതാണോ? ഇപ്പൊ അജനക്ക് എന്താ തോന്നിയ ക്യാമറ ഓൺ ആയി? ഞാൻ നാട്ടില് ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങനെയാണോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സർക്കിൾ ഫോം ചെയ്തായിരുന്നു. ഫോം ചെയ്തെന്ന് വെച്ചാൽ മനഃപൂർവ്വം ഫോം ചെയ്തല്ല. കൊറോണ സമയത്ത് ആർക്കും പണിയില്ലാണ്ടായപ്പോ എനിക്ക് അങ്ങനെ വലിയൊരു കോളേജ് ലൈഫ് എന്നൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ സമയത്ത് മെമ്മറീസ് നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും. എനിക്ക് അങ്ങനെ ഇല്ല. അപ്പം എനിക്ക് അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയൊരു ഒരു സാഹചര്യമായിട്ട് ഫീൽ ചെയ്തു. എല്ലാവരും ഇങ്ങനെ ഫ്ലാറ്റിൽ ഒരുമിച്ച് കൂടുന്നു.
അങ്ങനെ നമ്മളൊരു ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലുകളുണ്ട്, അതുവഴിയാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഞാൻ ബേസിക്കലി എല്ലാവരും ഒരുമിച്ച് കൂട്ടാനാണ് ശ്രമിച്ചത്. ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിപ്പോഴും അതെ. ഞാൻ നാട്ടിൽ പോയാലും ശനി ഞായറൊക്കെ പോകുമ്പോൾ നമ്മൾ വെറുതെ ഫ്രണ്ട്സിനെ വിളിച്ച് എല്ലാവരും കൂടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ ചിലർ ചിന്തിക്കും കൂടുമ്പോൾ വെള്ളടി ആയിരിക്കും, അതൊന്നുമില്ല. വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മള് മിസ്സാക്കുന്ന കുറച്ച് സാധനങ്ങളാണല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. പിന്നെ അത് വീഡിയോയിൽ വരുമ്പോൾ കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ സാധനങ്ങളൊക്കെ. ചിലർക്ക് മിസ്സായ കാര്യങ്ങളാണ്. ഞാൻ കുറെ കമന്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യുന്നു. അപ്പൊ എനിക്കത് എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, അതങ്ങനെ ഫോം ചെയ്ത് കുറച്ചാൾ പോയി, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതായത് ഇടയ്ക്ക് വീഡിയോസ് വരുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് കാണാത്തതിൽ പ്രേക്ഷകർക്ക് ഒരു വിഷമമുണ്ട്. ഉണ്ട്, ഞാൻ കമന്റുകൾ കാണുന്നുണ്ട്. ഇതെന്താ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഇവരെല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ജീപ്പിച്ചേൻ്റെ പുതിയ ഫ്ലാറ്റിന്റെ പരിപാടിക്ക് വിളിച്ചു. ഞാനിവിടെ ഉണ്ടായില്ല. ഞാൻ അവസാനമായിട്ട് ജീപ്പിച്ചേനെ കണ്ട് ജീപ്പിച്ചേൻ്റെ കല്യാണത്തിന് 1 വർഷം മുമ്പ് എന്തോ. അപ്പം എല്ലാവരും അവരവരുടെ വർക്കുകൾ ബിസിയായി. അപ്പം ഞാൻ എപ്പോഴെപ്പോഴും കാണാറുള്ള ആളാണ് കുക്കും ദീപയൊക്കെ. അവർ പോലും ദുബായിൽ കേസ്കോണിന്റെ ബ്രാഞ്ച് തുടങ്ങി, അവരവിടെയായി. അപ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്കായി. എനിക്ക് വെഡ്ഡിങ് കമ്പനി ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജീപ്പിച്ചാനെ വിളിച്ചപ്പോൾ നാഗർകോവിൽ നിൽക്കുക, നാളെ എൻ്റെ ഹൗസ് വാമിങ് കാണുമ്പോൾ പല ദിവസം വിളിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു ജീപ്പിച്ചാൻ ഞാനില്ല. അങ്ങനെ മിസ് ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ എല്ലാവരും അവരുടേതായ കാര്യങ്ങളിലേക്ക് തിരക്കുകൾ പോയി. അന്നെന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം ഉണ്ട് എല്ലാവർക്കും, അതുകൊണ്ടാണ് ഒരുമിച്ച് അങ്ങനെ കണ്ട് വന്നത്. മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പം? തീർച്ചയായിട്ടും. എനിക്ക് അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പഴയ വീഡിയോസ് എടുത്ത് കാണും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുത്ത് ഞാൻ ഒരു ക്രിസ്മസ് വീഡിയോ കണ്ടായിരുന്നു. ഞങ്ങളുടെ ക്രിസ്മസിന് രാത്രി ഞങ്ങൾ എൻ്റെ നാട്ടിൽ എല്ലാവരും കൂടി പുൽക്കൂട് ഉണ്ടാക്കുന്നതും പരിപാടിയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അത് ഈ റീസെൻ്റ്ലി ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടമായതാണ്. ഞാൻ ഇടയ്ക്ക് കാണും. ശരിക്കും ഈ വ്ളോഗിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ലൈക്ക് നമുക്കൊരു നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ മെമ്മറിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പൊ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഞാൻ എപ്പോഴും മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇപ്പൊ എൻ്റെ കൊച്ചിൻ്റെ തനുവിൻ്റെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയാലും ഞാൻ വീഡിയോ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ, ഞാൻ അന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഒരു 10-12 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവനത് കാണുമ്പോൾ ഒരു രസമല്ലേ അത്. നമുക്കോ അങ്ങനെ ഇപ്പൊ എൻ്റെ മമ്മിയുടെയും പപ്പയുടെയും കല്യാണ വീഡിയോ എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവരിൽ ഇല്ല. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ പോലത്തെ സാധനങ്ങളുള്ളപ്പോൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അവിടെ നിന്ന് കേടായി പോവില്ലല്ലോ. ഞാൻ അങ്ങനെ തുടങ്ങിയ ഒരു സാധനമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് വെറുതെ വീഡിയോസ് ഇട്ട്, ഞാൻ യൂട്യൂബർ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ചാനൽ തുടങ്ങുന്നോ ഒന്നും വിചാരിച്ച് ചെയ്തതല്ല. വെറുതെ വീഡിയോസ് ഇട്ട് തുടങ്ങി, ആ സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി, അങ്ങനെ വന്നൊരു സാധനമാണ്. ചേട്ടന് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണോ ഇപ്പൊ ചെയ്യുന്നത്? എനിക്ക് അതിനകത്ത് ഇപ്പം കാണാൻ ആഗ്രഹം ഉണ്ട് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്കായാലും കാണണം എന്ന് തോന്നുന്ന ചില ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ചെയ്യുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.